ചോദിച്ചോളൂ. ഞാൻ മൈക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കഴിഞ്ഞ കുറേ വർഷമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായിട്ട് പോലും എനിക്കങ്ങനെ ആറ്റുകാലമ്മേരെ നടയെ വന്നിട്ടൊരു പൊങ്കാല കാണാനോ ഇല്ലെങ്കിൽ ഇത്ര ആൾക്കാരോട് സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. ഇന്ന് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഓൺ ഡ്യൂട്ടിയിലാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ഡ്യൂട്ടി സ്വീകരിച്ചെന്നുള്ളതാണ്. കാരണം എനിക്ക് ഇതൊക്കെ അടുത്തറിയാൻ പറ്റുന്നൊരു അവസരവും കൂടിയാണെന്നുള്ളതാണ്. പിന്നെ അറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പൊങ്കാലിടാനുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നോമ്പ് കാലമാണ്. അതെ, നോമ്പാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഇവിടേക്ക് ഒരു ഭയങ്കര സൗഹൃദം മതപരമായ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ പാളയം ഇമാം പറഞ്ഞ കണക്ക് നോമ്പ് കാലമാണെങ്കിൽ പോലും നമ്മൾ അടുത്തേക്ക് വരുന്ന സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹോദര്യം നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും വലിയ അഭിമാനമാണ്. കാരണം ഇത്രയും നടയിൽ തന്നെ വന്നിട്ട് നോമ്പാണെങ്കിൽ പോലും അതൊക്കെ മറക്കുക എന്നുള്ളതാണ്, മറന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇത് ചോദിക്കുമ്പോഴാണ് ഞാനൊരു നോമ്പുകാരി ആണെന്ന് ഞാൻ ഓർക്കുന്നത്. അതെ, വലിയ സന്തോഷമുള്ളൊരു പണിയും കൂടിയാണ്. കാരണം അൽഹംദുലില്ലാ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുക എന്നുള്ളത് വലിയൊരു അഭിമാനമൊക്കെയാണ്. ക്ഷീണം എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ഒരു വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് 5 മിനിറ്റ് ഇരിക്കണം എന്നുള്ള തോന്നല് സ്വാഭാവികമായി തോന്നില്ല. കാരണം ഒരു ഫാസ്റ്റിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നോമ്പെടുത്തിട്ട് നോമ്പ് കാലത്തിൽ നമുക്ക് ദാഹിക്കാം, പ്രത്യേകിച്ച് ഇത്രയും കടുത്ത വെയിലാണ്. ആ കടുത്ത വെയിലിനെ വകവയ്ക്കാതെ ജോലി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നോമ്പ് കാലത്ത് പൊങ്കാല വരുന്നത്. അതിന് മുൻപുള്ള വർഷം വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ വരെ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. നോമ്പ് സമയത്ത് ആയിരുന്നില്ല പൊങ്കാല വരുന്നത്. അപ്പോൾ അന്ന് സഹായിക്കാനുണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വളരെ അടുത്ത് ആറ്റുകാലമ്മയെ കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം എനിക്ക് ഇന്നത്തെ ഒരു അവസരം കിട്ടിയപ്പോഴാണല്ലോ ആറ്റുകാലമ്മ അടുത്ത് കാണാൻ. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സ്വദേശിയാണെങ്കിലും ഒരു മുസ്ലിം ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ അത്രയും അടുത്ത് കാണാം. ആറ്റുകാലം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും അടുത്ത് നിന്ന് കാണുന്ന ആദ്യമായിട്ടാണ്. ഭയങ്കര ക്രൗഡാണെങ്കിൽ ആൾക്കാരുടെ മനസ്സിലൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, മറ്റേ ഒരു ആഗ്രഹവും ഒക്കെ തന്നെ നമ്മൾ വളരെ സംസാരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഫീൽ ഗുഡ്, ഭയങ്കര ബെറ്റർ. ഭയങ്കര ആൾക്കാരൊക്കെ വന്ന് ഇൻക്ലൂസീവായിട്ട്, കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള ആയിരിക്കും. പക്ഷേ അടുത്ത് അത്രയും ദൂരം നിന്നൊക്കെ അമ്മ എന്നെ കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ആഫ്റ്റർ ബിഗ് ബോസ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ അത് ഞാൻ പറഞ്ഞ കള്ളായി. ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരായതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് അത്രയും അടുത്ത് പറഞ്ഞിട്ട് 10-8 പേര് ഒരു പക്ഷേ സംസാരിക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് വലിയ സന്തോഷം. അത് എത്ര പേർക്ക് കിട്ടും, അല്ല എത്ര ബിഗ് ബോസ് താരങ്ങൾക്ക് അത് ആഫ്റ്റർ ഇതുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ ഉള്ളിടത്ത് എനിക്കത് കിട്ടുന്നു എന്ന് പറയുന്നത് ഭയങ്കര അഹങ്കാരമുണ്ട് എനിക്ക്. അല്ലല്ല, ബിഗ് ബോസ് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ആഫ്റ്റർ സോഷ്യൽ മീഡിയയുടെ ഒരു അവിടുത്തെ ഒരു സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം. താങ്ക് യു. ഭക്തജനങ്ങൾ മുഖാമുഖമായി നിൽക്കുന്ന രീതി അടുപ്പുകൾ ക്രമീകരിക്കുക. ട്രാൻസ്ഫോർമർ, ഇലക്ട്രിക് സംവിധാനങ്ങൾ എന്നിവയുടെ സമീപവശങ്ങളിൽ അടുപ്പ് കത്തിക്കാതിരിക്കുക. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും അകലം പാലിക്കുക. സാരിത്തുമ്പുകൾ, ഷോളുകൾ, അയഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ശരീരത്തോട്